ഡേ സംഘാടക സമിതിയിൽ കുട്ടികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണമെന്ന് എം.എൽ.എ. സ്കൂൾ ആനുവൽ ഡേ സംഘാടക സമിതിയിൽ കുട്ടികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണമെന്ന് എം.എൽ.എ. വിദ്യാലയങ്ങളിലെ വാർഷിക പരിപാടിയും കലോത്സവങ്ങളും വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകളെ തുറന്നുകാട്ടാൻ കഴിയുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സംഘാടക ചുമതലകൾ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ആതിഥേയരെ സ്വീകരിക്കൽ, പരിപാടികളുടെ അവതരണം, കോർഡിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന പ്രവണതയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. എടവിലങ്ങ് കാര ഗവൺമെന്റ് ഫിഷറീസ് എൽ.പി. സ്കൂൾ പ്രീ പ്രൈമറി കലോത്സവവും അധ്യാപക രക്ഷാകർതൃ ദിനവും എൻഡോമെന്റ് വിതരണവും നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. നമ്മുടെ സ്കൂളിലെ 93ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം, ഈ സ്കൂളിന് വലിയ പൈതൃകമുള്ള നമ്മുടെ ഈ തീരപ്രദേശത്തിൽ മിക്കവാറും സാധാരണക്കാരുടെ മക്കൾ പഠിച്ച ഒരു വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെയാണ് അപൂർവമായി ഒരു എൽ.പി. സ്കൂളിൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാലയമായി ഇന്നും ഇത് ഒരുക്കുന്നത്. നമുക്ക് സാധാരണ 5ാം ക്ലാസ് യു.പി. സ്കൂളാകുന്ന സ്ഥിതിയിൽ, പക്ഷെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 5ാം ക്ലാസ് അനുവദിക്കുകയാണ്. 6ഉം 7ഉം ക്ലാസ്സുകൾ കൂടി അനുവദിച്ച് യു.പി. സ്കൂളാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും. ഈ വേദിയിലിരിക്കുന്ന ആളുകളെല്ലാം അതുവഴി നല്ല പരിശ്രമം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കൂടുതലുള്ള ഒരു ഇടപെടലിലുള്ള ആവേശമായി ഈ 93ാം വാർഷികം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ എ.ഇ.ഒ. പി. മൊയ്തീൻകുട്ടി മാസ്റ്റർ LSS നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുച്ചാലിൽ എൻഡോമെന്റ് വിതരണവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ് മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PTA ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക KA നിഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി VB അബ്ദുസമദ് നന്ദിയും പറഞ്ഞു.